ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ആവർത്തന പുസ്തകം 23 അധ്യായം അതിൻ്റെ 3 വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: ഒരു അമ്മോന്യനോ മോവാബിനോ യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. അവരുടെ 10-ാം തലമുറ പോലും ഒരു നാളും യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. നെഹമ്യാവിൻ്റെ പുസ്തകം 13 അധ്യായം 1-2 വാക്യങ്ങളിലും ഇത് നാം വായിക്കുന്നുണ്ട്: അമ്മോന്യരും മോവാബ്യരും ദൈവത്തിൻ്റെ സഭയിൽ ഒരു നാളും പ്രവേശിക്കരുത്. അമ്മോന്യരെക്കുറിച്ചും മോവാബ്യരെക്കുറിച്ചും നാം ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. അമ്മോന്യരും മോവാബ്യരും അബ്രഹാമിൻ്റെ പൗത്രനായ സഹോദരപുത്രനായ ലോത്തിൻ്റെ മക്കളായിരുന്നു. ലോത്തിൻ്റെ ആ 2 മക്കളുടെ വംശാവലി പെട്ടവരായിരുന്നു അമ്മോന്യരും മോവാബ്യരും. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, അമ്മോന്യരും മോവാബ്യരും ഒരിക്കലും യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. അബ്രഹാമിൻ്റെ സഹോദരപുത്രനായിരുന്നു ലോത്തിൻ്റെ മക്കളുടെ വംശപാരമ്പര്യമാണ് ഇവർ. അബ്രഹാമിനോടുകൂടി കനാൻ നാട്ടിലേക്ക് പോകുവാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട അബ്രഹാമിൻ്റെ ഭാര്യയെ കൂടാതെ അബ്രഹാമിൻ്റെ കുടുംബത്തിൽ നിന്ന് പുറപ്പെട്ട ഏക വ്യക്തിയായിരുന്നു ലോത്ത്. എന്നാൽ വഴിയിൽ വെച്ച് ലോത്തിൻ്റെ ലക്ഷ്യം തെറ്റി ലോത്ത് വേറൊരു വഴിക്ക് നീങ്ങി അബ്രഹാമിനെ വിട്ട് മറ്റൊരു വഴിയായി സഞ്ചരിക്കാൻ തുടങ്ങി. അതുമൂലം ലോത്തും ലോത്തിൻ്റെ കുടുംബവും എല്ലാം ശാപഗ്രസ്തരായിപ്പോയി. ദൈവത്തിൻ്റെ വചനം പറയുന്നു, അമ്മോന്യരും മോവാബ്യരും ഒരു നാളും യഹോവയുടെ സന്നിധിയിൽ പ്രവേശിക്കരുതെന്ന്. എന്നാൽ നാം രൂത്തിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഒരു കാര്യം കാണുന്നുണ്ട്. മോവാബ്യ പെൺകുട്ടിയായ രൂത്ത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വംശാവലിയിൽ കടന്നു വരുവാൻ ഇടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, നാം പലപ്പോഴും നമ്മളെക്കുറിച്ച് തന്നെ പറയാറുണ്ട്, ഞാനൊരു ശാപഗ്രസ്തമായ കുടുംബത്തിലാണ് ജനിച്ചത്, അല്ലെങ്കിൽ എൻ്റെ കുടുംബം ശപിക്കപ്പെട്ടതാണ്, എൻ്റെ അപ്പൻ മദ്യപാനിയാണ്, എൻ്റെ ഭർത്താവ് കലഹക്കാരനാണ്, ഞങ്ങൾ കുടുംബമായി പല സാത്താന്യ സേവകളും അങ്ങനെ പല കടമറ്റ സേവ പോലുള്ള പല ദുരാചാരങ്ങളും എല്ലാം ചെയ്ത് ഞങ്ങളുടെ ജീവിതത്തിൽ പല കെടുതികളുള്ളവരാണ്, ശാപങ്ങൾ പിന്തുടരുന്നവരാണ്, വീട്ടിൽ ഒരു ഗതിയുമില്ലാത്തവരാണ്, ഒരു തലമുറയിൽ പോലും ഒരു ഉയർച്ച ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ കുടുംബത്തിൽ പലപ്പോഴും ഞങ്ങളുടെ ആൺമക്കൾക്ക് പലപ്പോഴും പെട്ടെന്ന് മരണം സംഭവിക്കുന്നു, അല്ലെങ്കിൽ പലപ്പോഴും വലിയ രോഗങ്ങളാൽ ബാധിക്കപ്പെട്ട് ഞങ്ങൾ ശാപഗ്രസ്തരായിത്തീരുന്നു. ഇങ്ങനെ പലതരത്തിലുള്ളതായ കാര്യങ്ങൾ പറയുന്നവരെ നമുക്ക് ചുറ്റുപാടും കാണാറുണ്ട്, പലതരത്തിലുള്ള ശാപത്തിന് അടിമപ്പെട്ടവർ. എന്നാൽ ഇവിടെ ദൈവത്തിൻ്റെ വചനത്തിൽ നാം വായിക്കുകയാണ്, രൂത്തിൻ്റെ പുസ്തകത്തിൽ വായിക്കുകയാണ്, മോവാബ്യ പെൺകുട്ടിയായിരുന്ന രൂത്ത് അനുഗ്രഹിക്കപ്പെട്ടവളായി തീർന്നു. ദാവീദിൻ്റെ വല്യമ്മച്ചിയായി തീരുവാൻ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വല്യമ്മച്ചിയായി തീരുവാൻ. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ വംശാവലി പട്ടിക രേഖപ്പെടുത്തുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ വംശാവലി എന്ന് എഴുതിയിട്ട് അതിൻ്റെ പുറകിലേക്ക് വായിക്കുമ്പോൾ നമുക്ക് കാണാം, അവിടെ ഒരു രൂത്തിൻ്റെ പേര് നമുക്ക് വായിക്കുവാൻ കഴിയും. അത് രൂത്തിൻ്റെ പേര് അനേകം പുരുഷന്മാരുടെ ഇടയിൽ രേഖപ്പെടുത്തപ്പെട്ട ഏതാനും ചില ചുരുക്കം പേരുകൾ മാത്രമേ അതിൻ്റെ അകത്തുള്ളൂ. മറിയയുടെ പേര്, രാഹാബിൻ്റെ പേര്, രൂത്തിൻ്റെ പേര്, അതിൽ രൂത്തിൻ്റെ പേര് അവിടെ തിളങ്ങി നിൽക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അവൾ മോവാബി പെൺകുട്ടിയായിരുന്നു, ശപിക്കപ്പെട്ട തലമുറയിലായിരുന്നു. ഒരമ്മോന്യനോ ഒരു മോവാബിനോ യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത് എന്നായിരുന്നു ദൈവത്തിൻ്റെ പ്രമാണം, ദൈവത്തിൻ്റെ കൽപ്പന. എന്നാൽ രൂത്ത് തൻ്റെ സ്വഭാവ ശ്രേഷ്ഠത കൊണ്ട്, തൻ്റെ പ്രാർത്ഥനാ ജീവിതം കൊണ്ട് അവൾ ദൈവത്തിൻ്റെ സഭയിൽ പ്രവേശിച്ചു എന്ന് മാത്രമല്ല, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വല്യമ്മച്ചിയായി തീരുവാൻ, ആ വംശാവലി പട്ടികയിൽ ഉൾപ്പെടുവാൻ രൂത്തിന് ഭാഗ്യം ലഭിച്ചു. നാം പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കി, നമ്മുടെ കുറവുകളിലേക്ക് നോക്കി, ഞാൻ ഇനി ഒരിക്കലും ശരിയാവുകയില്ല, എൻ്റെ കുടുംബം ഇനി ഒരിക്കലും രക്ഷപ്പെടുകയില്ല, ഇനി ഒരിക്കലും എൻ്റെ തലമുറയിൽ നന്മയുണ്ടാകുവാൻ പോകുന്നില്ല, ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു അഭിവൃദ്ധിയും ലഭിക്കുവാൻ പോകുന്നില്ല എന്നെല്ലാം സ്വയം പരിതപിച്ച് സ്വയം നിരാശയിലേക്ക് തന്നെത്താൻ ആഴ്ന്നു പോകുന്നവരായിരിക്കാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതം യേശുക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്താൽ ഇവിടെ രൂത്ത് അനുഗ്രഹിക്കപ്പെട്ടതുപോലെ നമ്മുടെ ജീവിതവും അനുഗ്രഹിക്കപ്പെടും. ഒരുപക്ഷെ നമ്മുടെ തലമുറകൾക്ക് പുറകിലേക്ക് പല ദുരാചാരങ്ങളും ചെയ്തിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ പൂർവിക പിതാക്കന്മാർ പാവപ്പെട്ടവരെ ഉപദ്രവിച്ചിട്ടുണ്ടായിരിക്കാം, ഒരുപക്ഷെ കൂലിക്കാരൻ്റെ കൂലി മുടക്കിയിട്ടുണ്ടായിരിക്കാം, സാധുജനങ്ങളോട് വളരെ കാഠിന്യമായി പെരുമാറിയിട്ടുണ്ടായിരിക്കാം. അതിൻ്റെ എല്ലാം ശാപങ്ങൾ നമ്മുടെ മേൽ ഇരിക്കുന്നുവെന്ന് നമുക്ക് നിരാശ തോന്നുന്നുവെങ്കിലും നമ്മുടെ ജീവിതം യേശുക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്താൽ നാം അനുഗ്രഹീതരായി തീരും. ഇവിടെ രൂത്ത് ഒരു കാര്യം ചെയ്തു,
തൻ്റെ അമ്മാവിയമ്മയായ നയോമിയോട് ചേർന്ന് നിന്നുകൊണ്ട്, അതെ, നയോമി ബേത്ത്ലഹേമിലേക്ക് തിരികെ പോകുവാൻ തീരുമാനമെടുത്തപ്പോൾ രൂത്തും ഒരു തീരുമാനമെടുത്തു. തൻ്റെ ജനത്തോട് ചേരുവാൻ ആഗ്രഹിക്കാതെ മോവാബ്യരായ ഒത്തിരി വിഗ്രഹങ്ങളെയും വിഗ്രഹസേവ ചെയ്യുന്നവരായ ഒത്തിരി മന്ത്രവാദികളെയും അതുപോലെ ആഭിചാര പ്രവർത്തനങ്ങൾ ചെയ്യുന്നതായ തൻ്റെ ജനത്തോട് ചേർന്ന് നിൽക്കാതെ, തൻ്റെ സ്വന്തം ജനമായ മോവാബ്യരുടെ കൂടെ ചേർന്ന് നിൽക്കാതെ രൂത്ത് ദൈവജനമായ ഇസ്രായേലിനോട് കൂടെ ചേർന്ന് നിൽക്കുവാൻ ഒരു തീരുമാനമെടുത്തു. ഇസ്രായേലിൽ നിന്നും മോവാബിലേക്ക് കടന്നു വന്നവരായ ആ നവോമിയോടും ആ ഭവനത്തോടും ചേർന്ന് നിന്നപ്പോൾ രൂത്തിന് ഒരു കാര്യം മനസ്സിലായി. നവോമിയോട് കൂടെ, ആ കുടുംബത്തോടുകൂടെ ഒരു ദൈവമുണ്ട്. ഇസ്രായേലിൽ ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇസ്രായേലിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം ജീവനുള്ള ദൈവമാണ്. കണ്ണുനീര് കാണുന്ന ദൈവമാണ്. കരഞ്ഞാൽ കണ്ണുനീര് ഒപ്പുന്ന ദൈവമാണ്. ആ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകും. അതുകൊണ്ട് അവൾ ഒരു തീരുമാനമെടുത്തു. എൻ്റെ ദേവൻ്റെ കൂടെ, അല്ലെങ്കിൽ മോവാബ്യർ സേവിക്കുന്നതായ ദേവന്മാരുടെയോ ദേവികളുടെയോ ആരുടെയും കൂടെ നിൽക്കാതെ ജീവനുള്ള ഏക സത്യ ദൈവമായ ആ ഏക ദൈവത്തിൻ്റെ പിന്നാലെ നിൽക്കും എന്നുള്ളതായ രൂത്തിൻ്റെ തീരുമാനം അവളുടെ ശാപത്തെ അനുഗ്രഹമാക്കി മാറ്റി. അതെ, അവൾ ബ്ലെസ്ഡായി മാറി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും നാം ഒരു തീരുമാനം എടുക്കുന്നുവെങ്കിൽ, ഇന്ന് നമ്മുടെ ജീവിതം അനുഗ്രഹമല്ല എന്ന്, ഇന്ന് നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് അനുഗ്രഹമല്ല എന്ന് തോന്നുന്നുവെങ്കിൽ, നിങ്ങളുടെ ജീവിതം യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. ജീവനുള്ള ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്താൽ, അതെ, ഈ ഏക സത്യ ദൈവം, ഈ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ, ആ ദൈവത്തിന് വേണ്ടി എൻ്റെ ജീവിതം വേർതിരിക്കുന്നു എന്നുള്ള ഒരു സമർപ്പണം നിങ്ങളുടെ ജീവിതത്തിൽ എടുത്താൽ നിങ്ങളുടെ ജീവിതം അനുഗ്രഹപൂർണ്ണമാകും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം, നമ്മുടെ ശാപങ്ങൾ മാറി നാം ബ്ലെസ്ഡ് ആകും, നാം അനുഗ്രഹിക്കപ്പെട്ടവരാകും, നാം അനുഗ്രഹീതരാകും. നമ്മുടെ പിൻകാല തലമുറകളിൽ കടന്നു വന്നതായ ശാപങ്ങൾ നമ്മുടെ തലമുറയിൽ വെച്ച് എന്നേക്കുമായി മുറിക്കപ്പെട്ടു മാറും. നമുക്ക് ശേഷമുള്ളതായ തലമുറ, അതെ, നമ്മുടെ അനന്തര തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറും. ആ പിൽക്കാലങ്ങളിൽ ശേഷിച്ചിരുന്നതായ ഒരു ശാപവും നമ്മുടെ തലമുറകളിലേക്ക് കടന്നു വരാതെ വണ്ണം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തം, ആ പരിശുദ്ധ രക്തം, സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന ആ പരിശുദ്ധമായ രക്തത്താൽ നമ്മുടെ പാപക്കടങ്ങൾ മാറും, നമ്മുടെ ശാപക്കടങ്ങൾ മാറും, അതെ, നമ്മുടെ രോഗങ്ങൾ മാറും, നമ്മുടെ നിരാശാജനകമായ നമ്മുടെ അനുഭവങ്ങൾക്ക് മാറ്റം വരും. ഈ കർത്താവിന് വേണ്ടി ജീവിതം കൊടുക്കുന്നത് വലിയ അനുഗ്രഹമാണ്. രൂത്തിനെ പോലെ നമുക്കും ബ്ലെസ്ഡായി തീരാം. നിങ്ങളുടെ ജീവിതം യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമോ? ഈ നല്ലവനായ കർത്താവിൻ്റെ കരങ്ങളിലേക്ക്. ഇന്ന് ശാപങ്ങളും രോഗങ്ങളും പ്രയാസങ്ങളും എല്ലാം ഉണ്ടെങ്കിലും നിങ്ങളുടെ ജീവിതം എന്നേക്കുമായി യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. നമ്മുടെ പാപങ്ങളെ വഹിച്ചവൻ, നമ്മുടെ ശാപങ്ങളെ ചുമന്നവൻ, നമ്മുടെ രോഗങ്ങളെ വഹിച്ചവൻ, നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവൻ, ഈ നല്ല കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതം ഏൽപ്പിച്ചു കൊടുത്താൽ, അത് നമ്മുടെ ജീവിതം എന്നേക്കുമായി കൊടുത്താൽ, ഈ കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. എൻ്റെ ജീവിതത്തിലും എനിക്ക് വലിയ അത്ഭുതകരമായ സാക്ഷ്യം പറയുവാനുണ്ട്. എൻ്റെ 20ാമത്തെ വയസ്സിൽ ഞാൻ എൻ്റെ യേശുവിന് വേണ്ടി എൻ്റെ കർത്താവിൻ്റെ അരുമ കരങ്ങളിലേക്ക് ഇതുപോലെ ഒരു വചന ശുശ്രൂഷയിൽ, അത് ഏതാനും കുറച്ചു പേർ മാത്രം കൂടിയിരുന്നതായ ഒരു കൊച്ചു കൂട്ടായ്മയിൽ വെച്ച് എൻ്റെ ജീവിതം ഞാൻ യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തു. ഹല്ലേലൂയ! അതെൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി മാറി. കർത്താവായ യേശു ക്രിസ്തു ശാപം എനിക്ക് അനുഗ്രഹമാക്കി തീർത്തു തന്നു. എൻ്റെ കഴിഞ്ഞകാല തലമുറകളുടെ മേലുണ്ടായിരുന്ന ശാപദോഷങ്ങൾ എൻ്റെ മേൽ നിന്ന് മാറ്റി എന്നെ ഒരു അനുഗ്രഹമാക്കി മാറ്റി. ഈ കർത്താവ് നിങ്ങളെയും വിളിക്കുന്നു. നമ്മുടെ ജീവിതം ഒരു അനുഗ്രഹമാക്കി മാറ്റുവാൻ, മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുവാൻ, നമ്മുടെ അനന്തര തലമുറകൾക്ക് അനുഗ്രഹമായി മാറുവാൻ, നമ്മുടെ സമൂഹത്തിന് അനുഗ്രഹമായി മാറുവാൻ, നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്ക്, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഒരനുഗ്രഹമായി തീരുവാൻ, അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ രൂത്തിൻ്റെ ജീവിതം അത് വലിയ സാക്ഷ്യമായി തീർന്നതുപോലെ, വലിയ അനുഗ്രഹം അവളുടെ ജീവിതത്തിൽ കൈവന്നതുപോലെ നമ്മുടെ ജീവിതവും ഒരനുഗ്രഹമായി തീരുവാൻ യേശു ക്രിസ്തു നമ്മെ വിളിക്കുന്നു. നിങ്ങളുടെ ജീവിതം യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്താൽ അത് ധന്യമായി തീരും, അനുഗ്രഹപൂർണ്ണമായി തീരും. യേശു വിളിക്കുന്നു. യേശുവിൻ്റെ തിരുനാമം മാത്രം എന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ.